അർബുദ രോഗ ശസ്ത്രക്രിയയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഒരു സുപ്രധാനമായ പങ്കുണ്ട്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നത് വഴി രോഗിക്ക് ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രയോജനം. അതുകൊണ്ട് തന്നെ രോഗിക്ക് വേദന വളരെ കുറവായിരിക്കും. മാത്രവുമല്ല, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അതിന് പ്രാവീണ്യമുള്ള ഒരു ഡോക്ടർ ഇത് ചെയ്യുകയാണെങ്കിൽ, രോഗിയുടെ അസുഖം പൂർണ്ണമായി മാറുന്നതിനും രോഗി കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതിനും അത് വഴിതെളിക്കുന്നു. അതുപോലെ തന്നെയാണ് റോബോട്ടിക് ശസ്ത്രക്രിയ. റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഗുണം, സർജൻ ഒരു റോബോട്ടിൻ്റെ സഹായത്തോടെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കരങ്ങൾക്ക് പറ്റാത്ത പല കാര്യങ്ങളും റോബോട്ടിൻ്റെ ആം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, മനുഷ്യനുണ്ടാകുന്ന മനുഷ്യസഹജമായ ടയേർഡ്നെസ്, അതുപോലെ തന്നെ കാഴ്ചയിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ എന്നിവ റോബോട്ടിനെ ബാധിക്കുന്നില്ല. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ അമിതമായുള്ള ചിലവാണ്. ഏതാണ്ട് ഓരോ ശസ്ത്രക്രിയയ്ക്കും 1.5 ഇരട്ടിയോ 2 ഇരട്ടിയോ ചിലവ് ഒരുപക്ഷെ അർബുദ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ കൊണ്ട് വരാറുണ്ട്. ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും റോബോട്ടിക് ശസ്ത്രക്രിയയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഒരു പ്രധാനമായിട്ടുള്ള ഘടകം താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറുടെ ഒരു പ്രാവീണ്യമാണ്. വളരെയധികം ഓപ്പറേഷൻസ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ചെയ്യുന്ന വഴി മാത്രമേ ഒരു ഡോക്ടർക്ക് പ്രാവീണ്യം സിദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രോഗവിമുക്തിയിൽ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം ഡോക്ടറുടെ ഓപ്പറേഷനിലുള്ള പ്രാവീണ്യമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ലേണിംഗ് കർവ് എന്ന് പറയും. ലേണിംഗ് കർവ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്ക് ഈ ലേണിംഗ് കർവ് കുറച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10-20 ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു റോബോട്ടിക് ശസ്ത്രക്രിയ വിദഗ്ധന് നല്ല രീതിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുമെന്നിരിക്കെ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിദഗ്ധൻ 100 കണക്കിന് ശസ്ത്രക്രിയകൾ ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രാവീണ്യമുള്ള ഒരു രീതിയിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ.